KSRTCയിൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് 200 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. പൂക്കി മേനോൻ വിസ്മയം. 1.5 മാസം മുന്നേ മേനോൻ മുഖ്യമന്ത്രി അധികാരത്തിൽ വരാൻ വോട്ട് ചെയ്തവർ അവർക്ക് കൈയോടെ കിട്ടിയ സമ്മാനമാണ്. KSRTCയിൽ പ്രിയദർശിനി സൗജന്യ യാത്ര നടത്തിയിട്ട് മന്ത്രി ഇന്ന് പറയുകയാണ് വമ്പൻ വിജയമാണത്രേ. പ്രിയദർശിനി ഒരു ഹ്യൂജ് സക്സസ് ആണ്. ഒരു ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും സക്സസ്ഫുള്ളായി ലക്ഷോപലക്ഷം ജനങ്ങളുടെ കുടുംബങ്ങളെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ച ഒരു പദ്ധതി കുറവായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. ജനങ്ങളുടെ കുടുംബ ബജറ്റ് മാറ്റിമറിച്ച, നല്ല രീതിയിൽ മാറ്റിമറിച്ച ഒരു പദ്ധതിയാണ്. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കേട്ടല്ലോ, ഒരു സൈഡിലൂടെ മാധ്യമങ്ങളിലൂടെ ദൈനംദിനം ബോർഡിന് 2 കോടിയിൽ പരം നഷ്ടം വരുത്തി വെച്ചുകൊണ്ട് ബോർഡിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് വമ്പൻ വിജയമെന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് മറു സൈഡിലൂടെ ജീവനക്കാരെ പിരിച്ചുവിടുകയാണ്. എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ചില സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കണം. അതിലൊന്നാണ് KSRTC, പൊതുഗതാഗത സംവിധാനം. ഇതൊക്കെ എന്തിനാണ്? ആർക്കാണ്? എല്ലാവർക്കും കാറും ബൈക്കൊക്കെ മേടിച്ച് പൊയ്ക്കൂടെ? എന്തിനാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അധികകാലം ബസ് ഓടിച്ച് അവരെ കൊണ്ടു നടക്കേണ്ടത്? ഫ്രീ കൊടുത്ത് നശിച്ചു എന്നങ്ങ് പറഞ്ഞാൽ മതി. അതോടുകൂടി അവർ ചോദ്യങ്ങളുമായിട്ട് വരില്ല. എന്തായാലും മേനോൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ കേൾക്കുകയാണ്, പ്രൈവറ്റ് മേഖലയിൽ ഒറ്റയടിക്ക് പല കമ്പനികളും 300ഉം 500ഉം പേരെ പിരിച്ചുവിടുന്നു. അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം സ്കൂളുകളിൽ നിന്ന് അധ്യാപകരെ പിരിച്ചുവിടുന്നു. ഇപ്പോ KSRTCയിൽ താൽക്കാലിക ജീവനക്കാരെ. ഒറ്റ കാര്യമേ ഉള്ളൂ, മുതലാളി സർക്കാരുകൾ അധികാരത്തിൽ വന്നാൽ തൊഴിലാളികൾക്ക് സംഭവിക്കാവുന്നത് എന്താണ് എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ കാണുന്നത്. ഈ പിരിച്ചുവിടുന്നവൻ, അവന്റെ കുടുംബം, ആര് ചിന്തിക്കാൻ? അതൊക്കെ പോയി തൊലയട്ടെ. അവനെയൊന്നും പോറ്റേണ്ട കാര്യം നമുക്കില്ല. തൊഴിലാളിയല്ലേ, അവൻ പോയി വേറെന്തെങ്കിലും പണിയെടുക്കട്ടെ. സർക്കാർ പണിയെടുത്ത് അവൻ തിന്നണ്ട എന്ന രീതിയിൽ അവരുടെ ജോലി നശിപ്പിച്ചുകൊണ്ട്, അവരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടുകൊണ്ട് എന്താണ് KSRTCയിൽ മേനോൻ സംഘം നടപ്പാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഇനിയെങ്കിലും പിടികിട്ടിയോ? എങ്ങനെയും ഇതിനെ അടച്ചു പൂട്ടണം. ഇതിനെ ഒന്നും പോറ്റേണ്ട കാര്യമില്ല. ഖജനാവെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ മുതലാളിമാർക്ക് എങ്ങനെയൊക്കെ ഫണ്ട് ഒപ്പിക്കാൻ പറ്റും, അതിനു വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഈ നാട്ടിലെ പൊതുജന സംവിധാനങ്ങളെ നിലനിർത്താൻ വേണ്ടിയല്ല എന്ന് ഒരിടത്തുകൂടി അതിനെ തകർക്കാൻ വേണ്ടി സൗജന്യം കൊടുത്ത് 2 കോടിയിൽ പരം ദൈനംദിനം നഷ്ടം വരുത്തി ആ കോർപ്പറേഷനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നശിപ്പിച്ചു വരുന്നതിന്റെ ഭാഗമായി വരുമാന നഷ്ടം എന്ന പേരിൽ ജീവനക്കാരെ ഒരു സൈഡിലൂടെ പിരിച്ചുവിടുക. എത്ര വിദഗ്ധ തന്ത്രം! ഇന്നലകളിൽ ചിരിക്കുന്ന മുഖ്യമന്ത്രി വരട്ടെ എന്ന് കൈകൊട്ടിയവർ, അതിനുവേണ്ടി വല്ലാതെ ആഗ്രഹിച്ചവർ, നിങ്ങൾക്കെല്ലാം നിറച്ച് ചിരി കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ആ പിരിച്ചുവിട്ടവർ ആ നിറഞ്ഞ ചിരിയും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് ഒരു കലം വെള്ളം വച്ച് അതിനകത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 നേരം ഉരുട്ടി വിഴുങ്ങാനുള്ള സന്തോഷം കിട്ടുമല്ലോ. അതുകൊണ്ട് ചിരിക്കുന്ന വ്യക്തി വന്നു നിങ്ങൾക്കെല്ലാം കുടുംബത്തിൽ വലിയ ചിരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നതിൽ ഈ നാട്ടിൽ ഇന്നലകളിൽ നിങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരുന്നവർക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ്. ഒരത്ഭുതവുമില്ല. വരുന്നത് മുതലാളിമാരെ പിടിച്ചു നിർത്തുന്ന സർക്കാരാണ്, അല്ലാതെ തൊഴിലാളി സർക്കാർ അല്ല എന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയ, ഇന്നലകളിൽ കിട്ടിക്കൊണ്ടിരുന്ന സേവനങ്ങളിൽ കണ്ണ് മഞ്ചളിച്ചു പോയ, അത് മുടങ്ങാതെ വാങ്ങി കഴിച്ചപ്പോൾ, എല്ലിൻ്റെ ഇടയിൽ കുത്തിയപ്പോൾ വോട്ട് നിങ്ങൾ തൊഴിലാളി സർക്കാരിന് വേണ്ട, മോഹന വാഗ്ദാനം നൽകുന്നവർക്ക് മതി എന്ന് കരുതി അതിന്റെ ഭവിഷ്യത്ത് അനുഭവിച്ച് തീർക്കുകയല്ലാതെ മറ്റു വഴിയില്ല. അതുകൊണ്ട് പല മേഖലകളിലും ഉള്ളവർ വോട്ട് ചെയ്ത് വരാൻ പോകുന്നത് മേനോൻ സർക്കാരാണ്, തറവാട്ടി പറന്നവരാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നവർക്ക് പണി ബാക്കിൽ കൂടെ വരും എന്നുള്ളതിന്റെ തെളിവാണ് KSRTCയിൽ കണ്ടത്.